ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ ലാവ കൊണ്ടുവന്നിരിക്കുന്ന ലാവ അഗ്നി 2 5G എന്ന ഫോണിന്റെ ബോക്സ്. അത്യാവശ്യം ഹൈപ്പ് ഉള്ള ഒരു ഫോണാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ അതിനുള്ള കാരണമാവാം ഇതിന്റെ പ്രൈസിങ്. അതായത് ഈ ഫോണിന്റെ പ്രൈസ് ആണ് 21,999 രൂപ. പക്ഷെ ഇനീഷ്യലി ഒരു ഓഫർ വരുന്നുണ്ട്. മിക്ക എല്ലാ ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലും ആ ഒരു ഓഫർ കിട്ടുന്നുണ്ട്. അതായത് 2000 രൂപയുടെ സ്ട്രേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഫൈനൽ ഓഫർ പ്രൈസ് ആണ് 20,000 രൂപ, അല്ലെങ്കിൽ 19,999 രൂപയാണ് ഫൈനൽ ഓഫർ പ്രൈസ്. ഈ പ്രൈസിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പൊതുവെ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ തരാത്ത ഒരു വാഗ്ദാനവും ലാവ തന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതിലും പോരായ്മകളുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് ഗോ. അത്യാവശ്യം പ്രീമിയം പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്. ഫസ്റ്റ് തന്നെ ഫോണാണ്, സൈഡ് ആക്കാം. സിലിക്കോൺ TPU കേസ് ആൻഡ് ഡോക്യുമെന്റേഷൻ, 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഈ ഫോണിന്റെ പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ കിട്ടുന്ന ദി മോസ്റ്റ് പ്രീമിയം ലുക്കിംഗ് ഫോൺ ഈ ഒരു ഫോണായിരിക്കും. ഓക്കെ, അത്യാവശ്യം നല്ല പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. അത് ലുക്കിലാണെങ്കിലും കയ്യിലെടുക്കുമ്പോഴാണെങ്കിലും. ഗ്ലാസിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ദാറ്റ് ഈസ് ഓക്കെ. ഈ പ്രൈസ് റേഞ്ചിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആണ് വരുന്നത്. പക്ഷേ നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് മറ്റ് കമ്പനികൾ കൊടുക്കുന്നത്. ഇവിടെ ലാവ ഗ്ലാസിൻ്റെ ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കളർ ഓപ്ഷനിലാണ് വരുന്നത്. അതാണ് മാറ്റ് ഫിനിഷ് ഉള്ള ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഓപ്ഷൻ. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു റൗണ്ട് ക്യാമറ മോഡൽ ഉണ്ടല്ലോ, ഇപ്പം ചില ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ട്രെൻഡിങ് ആയി മാറിയ ഒരു ക്യാമറ മോഡലാണ് അത്. ഓപ്പോയുടെ Find X6 Pro ആണെങ്കിലും വിവോ X90 Pro, ഓണർ Magic 5 Pro, ഈ പറഞ്ഞ ഫോൺസിൽ ആ റൗണ്ട് ക്യാമറ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ നോക്കുമ്പോഴും നല്ലൊരു പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്. ഓക്കെ, കർവ്ഡ് ഗ്ലാസ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഫ്രണ്ടിലേക്ക് കർവ് ആവുന്നുണ്ട്. ഓക്കെ, സോ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. വെരി വെരി നൈസ് ഇൻ ഹാൻഡ് ഫീൽ, യാതൊരു സംശയവും വേണ്ട. 6.78 ഇഞ്ച് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 10-bit AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സ്കോട്ട് സെൻസേഷൻ ആൽഫയുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യം വീണ്ടും ഇതിന്റെ ഡിസ്പ്ലേക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഫോണിന്റെ പ്രൈസിൽ കിട്ടുന്ന ദി ബെസ്റ്റ് ലുക്കിംഗ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുള്ളത്. ഓക്കെ, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ കർവ്ഡ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ ഈ ഡിസ്പ്ലേ എന്തായാലും ഇഷ്ടപ്പെടും. വളരെ നല്ല ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നല്ല കളേഴ്സ് ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്, സോ നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. കറക്റ്റ് നിറ്റ്സ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാൽ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. പക്ഷേ പ്രാക്ടിക്കലി നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡിസ്പ്ലേ നല്ല ക്ലിയർ ആണ്. പിന്നെ നല്ല സൈസ് ഉള്ള ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് ആണ്. സോ ഈ S23 അൾട്ര കണ്ടോ, ഇതിന്റെ സൈസ് ആണ് 6.8 ഇഞ്ച്. തീർച്ചയായിട്ടും വീതി കുറച്ച് കൂടുതലാണ്, പക്ഷേ ഹൈറ്റ് കണ്ടില്ലേ, ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആണ്. സോ നല്ല വലിയ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും വൺ ഹാൻഡ് ഫോൺ ഒന്ന് വിളിക്കാൻ പറ്റൂല. ഓക്കെ, ഒരു കൈ കൊണ്ട് ഇതിനൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരുപാട് മൂവീസും TV സീരീസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഫോർ ഷ്യൂർ. 120 Hz റിഫ്രഷ് റേറ്റ് നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഉൾപ്പെടെ എല്ലാ ആപ്ലിക്കേഷനിലും 120 Hz വർക്ക് ആവുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ യൂട്യൂബ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും 120 Hz നല്ല സ്മൂത്ത്ലി വർക്ക് ആവുന്നുണ്ട്. ഡിസ്പ്ലേക്കും ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, വളരെ വളരെ മിനിമം ആണ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ആവുന്നുണ്ട്. എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ HDRന്റെ സപ്പോർട്ട് തന്നിട്ടില്ല. അവിടെയും കൂടെ കൊടുക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നി. എന്നാൽ വൈഡ് വൺ L1 സപ്പോർട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ OTT പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ഫുൾ HD 1080p കോണ്ടന്റ് കാണാം. പിന്നെ ചില ഫോൺസിൽ AMOLED ഡിസ്പ്ലേ ആണെങ്കിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരിക്കും. ഇവിടെ ആ ഒരു കോസ്റ്റ് കട്ടിങ്ങും ചെയ്തിട്ടില്ല. പ്രോപ്പർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നിട്ടുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റ് ആണ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഈവൻ ഫേസ് അൺലോക്കും ഓക്കെ ആണ്. എന്നാൽ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതിപ്പോൾ ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അതായത് 20,000 പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ലാവയ്ക്ക് വേണമെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാമായിരുന്നു, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടിയതിന്. തന്നിരിക്കുന്ന സ്പീക്കറുടെ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസ് ഇല്ല, എന്നാൽ മോശമല്ല, ജസ്റ്റ് ഓക്കെ ആണ്. ഒരു കാര്യം ഒഴിവാക്കിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഹെഡ്ഫോൺ ജാക്ക്. ഈ 20,000 21,000 ഈ പ്രൈസ് റേഞ്ചിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കണം. ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. സീരിയസ്ലി നൈസ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ്, എടുത്തു പറയാതിരിക്കാൻ വയ്യ. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത് നല്ലതാണ്. പക്ഷേ ലാവ ഈ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ബാക്കി എല്ലായിടത്തും നല്ലോണം ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് തുറന്നു വരുമല്ലോ, അവിടെ ചെറിയൊരു ഡിക്കുന്നൊരു സാധനം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ആപ്ലിക്കേഷൻ്റെ മെനു ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ബാക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ക്യാമറ UI ആണെങ്കിലും അവിടെ ഉണ്ട്.
ഈവൻ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ അവിടെയും നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ഓക്കെ, മീഡിയ ടെക്കിന്റെ ലേറ്റസ്റ്റ് ഡയമൻസിറ്റി 750 ചിപ്സെറ്റുമായി ഇന്ത്യയിലേക്ക് വരുന്ന ദി ഫസ്റ്റ് ഫോണാണ് ലാവ അഗ്നി 2 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 750 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡയമൻസിറ്റി 1080 ആണ്. ഓക്കെ, മീഡിയ ടെക് ഈയിടെ ചെറിയ റീബ്രാൻഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീബ്രാൻഡിങ്ങിന്റെ ഫലമായിട്ടാണ് ഡയമൻസിറ്റി 1080 എന്ന ചിപ്സെറ്റ് ഡയമൻസിറ്റി 7050 ആയി മാറിയത്. എനിവേ 1080 ആണെങ്കിലും 7050 ആണെങ്കിലും നല്ല ചിപ്സെറ്റ് ആണ്. ഓക്കെ, നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഹീറ്റിംഗ് ഒന്നും ഉണ്ടാവാത്ത ഒരു ചിപ്സെറ്റ് ആണ്. ഹൈ ലെവൽ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ അത്യാവശ്യം ഡീസെന്റ് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. BGMI ആണെങ്കിലും PUBG ആണെങ്കിലും COD ആണെങ്കിലും 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ തണുപ്പിക്കാനും വേപ്പർ ചേംബർ കൂളിംഗ് ഇവിടെ ലാവ കൊടുത്തിട്ടുണ്ട്. അതും നല്ലതാണ്. ഓക്കെ, സോ ചിപ്സെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഹാപ്പിയാണ്. 8GB 256GB ആണ് സിംഗിൾ റാം സ്റ്റോറേജ് വേരിയന്റ്. 128GB അല്ല 256GB തന്നിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സോഫ്റ്റ്വെയർ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സർപ്രൈസിംഗ്ലി വളരെ നല്ല സോഫ്റ്റ്വെയർ പെർഫോമൻസ് ആണ് കിട്ടിയത്. ഇനി ഒരു പക്ഷേ ഞാൻ ഇതുവരെ ലാവയുടെ ഫോൺ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്, എനിക്കറിയില്ല. പക്ഷേ റിയലി ഗുഡ് സോഫ്റ്റ്വെയർ പെർഫോമൻസ്. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, ഇടയ്ക്കൊക്കെ മൈനർ സ്റ്റട്ടേഴ്സ് അവിടെ ഇവിടെ ഞാൻ ഫേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇങ്ങനെ മിനിമൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റട്ടർ. ഓക്കെ, വളരെ മിനിമം ആണ്. ലേറ്റസ്റ്റ് സ്റ്റേബിൾ ആൻഡ്രോയിഡ് വെർഷനായ ആൻഡ്രോയിഡ് 13 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് പ്യൂർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോഴും സെറ്റപ്പ് ചെയ്യുന്ന ശേഷവും ഒരു തരത്തിലുള്ള ആഡ്, ബ്ലോട്ട്വെയർ, റെക്കമെൻഡേഷൻസ് ഒന്നുമില്ല. ഈവൻ നോട്ടിഫിക്കേഷൻസും വരുന്നില്ല. ഓക്കെ, കാരണം പല ഫോൺസിലും ചവർ പോലെ ബ്ലോട്ട്വെയർസ് കാണും. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. ഗുഡ് ജോബ് ലാവ. അത് മാത്രമല്ല 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആൻഡ്രോയിഡ് 14 ആൻഡ് ആൻഡ്രോയിഡ് 15 വരും. അതിനോടൊപ്പം തന്നെ 3 വർഷത്തേക്കുള്ള ക്വാർട്ടർലി അപ്ഡേറ്റ്സും ക്വാർട്ടർലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലാവ അഗ്നി 2 എന്ന ഈ ഫോണിന് കിട്ടും. 4700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ ബാറ്ററി ബാക്കപ്പിൽ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും, ഫോർ ഷുവർ കിട്ടും. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, അതും നല്ലതാണ്. ഓക്കെ, സോ ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 50 മെഗാ പിക്സലിന്റെ ഓംനി വിഷൻ സെൻസർ ആണ് മെയിൻ ക്യാമറ. 8 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് ക്യാമറ ആക്കാൻ വേണ്ടി 2 മെഗാ പിക്സലിന്റെ മാക്രോ ആൻഡ് ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് എനിക്ക് തോന്നിയത് നല്ല ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ കളേഴ്സ് ഒക്കെ ഓക്കെ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ 20,000-22,000 റുപ്പീസിൽ വരുന്ന ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഇവിടെ കിട്ടിയില്ല. സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ സ്കിൻ ടോൺ ഉണ്ടല്ലോ, സ്കിൻ ചെറിയ രീതിയിൽ അതിനിങ്ങനെ വെളുപ്പിക്കുന്നുണ്ട്. മേക്കപ്പ് ഇടിയിലും വെളുപ്പിക്കലുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഓക്കെ ആണ്. പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു കട്ടൗട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല. പലയിടത്തും അത് പാളിപ്പോകുന്നുണ്ട്. സോ ഇതൊക്കെ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കറക്റ്റ് ചെയ്യണം. ചില ഫോട്ടോസ് നല്ലോണം വരുന്നുണ്ട്, വലിയ പ്രോബ്ലം ഒന്നുമില്ല, ക്ലാരിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അൾട്രാവൈഡ് ക്യാമറ ഫോട്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വളരെ സോഫ്റ്റ് ആണ്. ചില ഫോട്ടോസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റൂല. അതായത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, HDR ഒക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്, വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇൻഡോർ ഫോട്ടോസ് എടുക്കുമ്പോൾ, സ്പെഷ്യലി നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിലും ഒരു കടയുടെ ഉള്ളിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് എടുക്കുന്ന ഫോട്ടോസ് സോഫ്റ്റ് ആണ്, ഡീറ്റെയിൽസ് ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ നൈറ്റ് മോഡ് പെർഫോമൻസ് ഇസ് ജസ്റ്റ് ആവറേജ്. ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. ചില ഫോട്ടോസിൽ ഗ്രെയിൻസ് കുറയുന്നതായി നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഭയങ്കരമായ ഒരു നൈറ്റ് പെർഫോമൻസ് ഇവിടെ വരുന്നില്ല. സോ ഓവറോൾ ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും അതിനെയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും. വീഡിയോ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. റിയർ ക്യാമറ വെച്ച് 4K വീഡിയോസ് എടുക്കാൻ പറ്റും, പക്ഷേ 4Kയിൽ സ്റ്റെബിലൈസേഷൻ കിട്ടൂല. 1080p റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. സോ ഇതാണ് ലാവ അഗ്നി 2ന്റെ സെൽഫി വീഡിയോ പെർഫോമൻസ്. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഓക്കെ, സോ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. ചെറിയൊരു സ്റ്റെബിലൈസേഷൻ കൊടുത്തതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ ബാക്കിലുള്ള HDR ഒക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആ ഒരു നമ്മുടെ സ്കൈയിലുള്ള ബ്ലൂ ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്ലൗഡൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, സോ HDR നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഓവറോൾ ഇറ്റ്സ് ഡീസൻറ്റ്. ഇതിൻ്റെ ക്യാമറ യുഐയിൽ ചില ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തു. നമ്പർ 1 ആണ് അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ടല്ലോ, പക്ഷേ അൾട്രാവൈഡിന് വേണ്ടിയുള്ള പ്രത്യേകം ഓപ്ഷൻ ഇല്ല. നോർമലി എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ വൈഡ് അൾട്രാവൈഡ് അല്ലെങ്കിൽ 1x 0.6x അങ്ങനെ എഴുതിയിരിക്കും. ഇവിടെ ഒരു സ്ലൈഡറാണ് കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് അൾട്രാവൈഡിന് വേണ്ടിയുള്ള ബട്ടൺ വരുന്നില്ല. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഐ ഡോണ്ട് നോ. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി പ്രത്യേകം ബട്ടൺ കൊടുക്കണം. കുറച്ചും കൂടി ഈസി ആയിരിക്കും അൾട്രാവൈഡ് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ആണ് ഈ നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ
ഫോട്ടോ ആണെങ്കിലും നൈറ്റ് മോഡ്, പോർട്രേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ 1-2 തവണ ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചെറിയ സോഫ്റ്റ്വെയർ ബഗ് ആണ്, അപ്ഡേറ്റിലൂടെ ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇനി എൻ്റെ യൂണിറ്റിൽ മാത്രമാണ് ഈ ഒരു പ്രോബ്ലം എനിക്കറിയില്ല. സോ നിങ്ങൾ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. ഈവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയും ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ആവില്ല, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം, പിന്നെ 3 തവണ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ സാധനം ഫോട്ടോ എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്. സോ അപ്ഡേറ്റിലൂടെ ഈ ഒരു സംഭവം ശരിയാക്കണം. 5G റെഡി ഫോണാണ്. 13 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് SD കാർഡ് ഈ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റൂല. 4G കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെക് ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ അതിനോടൊപ്പം തന്നെ ഒരു ഇന്ത്യൻ ടെക് യൂട്യൂബർ ആയതുകൊണ്ടും ഐ എം റിയലി ഹാപ്പി. അതായത് ഈ പ്രൈസ് സെഗ്മെന്റ് ഉണ്ടല്ലോ, 20,000 രൂപീസിന്റെ പ്രൈസ് സെഗ്മെന്റ് അല്ലെങ്കിൽ 21,000 രൂപീസിന്റെ പ്രൈസ് സെഗ്മെന്റ്, ഇത് മിക്ക എല്ലാ കമ്പനികളും ഒഴിവാക്കിയ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ്. ആ പ്രൈസ് സെഗ്മെന്റിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനി വന്നിട്ട് ഇത്രയും നല്ല ഫീച്ചർ ഉള്ള ഒരു വാല്യൂ ഫോർ മണി ഫോൺ തരുന്നത് വലിയൊരു കാര്യമാണ്. സീരിയസ്ലി നൈസ്. കാരണം സാംസങ് ആണെങ്കിലും ഓപ്പോ, വിവോ, ഷവോമി ഇവരൊക്കെ ജയന്റുകളാണ്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാവ അത്രയും വലിയ കമ്പനി അല്ല, പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ട്. അതിനേക്കാളും വലിയ വാഗ്ദാനമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രോമിസ് ആണ് ലാവ പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോണിന്റെ വാറന്റി പീരീഡ് ഉണ്ടല്ലോ, ആ വാറന്റി പീരീഡിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം അല്ലെങ്കിൽ യൂസറിന്റെ തെറ്റല്ല, ഫോണിന്റെ തെറ്റ് കാരണം എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ, അതായത് ക്യാമറ അടിച്ചു പോവുകയോ അല്ലെങ്കിൽ സ്പീക്കർ പ്രോബ്ലം, മദർ ബോർഡ് പ്രോബ്ലം, അതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ലാവ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഒരു ഫോൺ റീപ്ലേസ് ചെയ്ത് തരും. അതായത് പിക്കപ്പും റിപ്പയർ ഒന്നുമല്ല, ഡയറക്ട്ലി റീപ്ലേസ് ചെയ്യും എന്നാണ് ലാവ പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെ വലിയ വാഗ്ദാനങ്ങളാണ്. ഇതൊക്കെ ലാവ നിറവേറ്റുമോ എന്ന് ചോദിച്ചാൽ we have to wait and see. So overall I am really happy with this phone. തീർച്ചയായിട്ടും നിങ്ങൾ 20,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ഫോണാണ് ലാവയുടെ ലാവ അഗ്നി 2. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. This is your friend Mr. Perfect Tech signing off. Goodbye.